മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രോസിക്യൂഷൻ സാങ്ഷൻ കിട്ടാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് പ്രത്യേകിച്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കുന്നുണ്ടോ? അല്ല, ഞങ്ങളിന്ന് പ്രോസിക്യൂഷൻ സാങ്ഷന് വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കിടക്കുന്ന കേസുകളെ സംബന്ധിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളുമായിട്ടെല്ലാം സംസാരിക്കാനാണ് എന്നൊരു അഭിപ്രായം വന്നത്. അത് സംസാരിക്കും. അങ്ങനെ പോലീസ് ഏകപക്ഷീയമായിട്ട് എങ്ങനെ വരും? രണ്ടുപേരും ജാഥ നടത്തി ഒരു കല്യാണം ഉണ്ടായ പിന്നെ പോലീസ് എന്ത് ചെയ്യും? പോലീസ് നിഷ്പക്ഷമായിട്ടേ പെരുമാറുള്ളൂ. പോലീസ് അങ്ങനെ ഏകപക്ഷീയമായിട്ടൊന്നും പെരുമാറില്ല. നമ്മൾ വിചാരിക്കണം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ എല്ലാവരും അത് SFI ആണെങ്കിലും KSU ആണെങ്കിലും എല്ലാവരും സംയമനം പാലിക്കണം. ആ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. രാത്രി മുഴുവൻ അത് സംഘർഷം കാരണം ആളുകൾക്ക് പോകാൻ പറ്റില്ല. എത്ര പേര് എന്നെ ഫോണിൽ വിളിച്ചു, സാർ ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അതുകൂടെയൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. മിനിസ്റ്റർ, ഈ ശബരിമല പ്രക്ഷോഭത്തിലെടുത്ത കേസുകൾ മുഴുവനും എഴുതിത്തുള്ളൂ, എങ്ങനെയാണ്? അല്ല, അതിനെപ്പറ്റി ഗവൺമെൻറ് ഇതുവരെ ആലോചിച്ചിട്ടില്ല. അതിന് ക്യാബിനറ്റ് അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ചില കേസുകൾ ചിലപ്പം കോടതിയിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ കോടതി കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ പിൻവലിക്കാൻ പ്രയാസമായിരിക്കും. ചെയ്യാൻ പറ്റുന്ന കേസുകൾ എന്താണെന്നുള്ളത് പരിശോധിക്കും. അല്ല, അത് പരിശോധിക്കും. ഏതെല്ലാം കേസുകളാണ് നമുക്ക് റെഫർ അല്ലെങ്കിൽ പിൻവലിക്കേണ്ടതെന്നുള്ളത് പരിശോധിക്കും. അതും നമുക്ക് പരിശോധിക്കും. ക്രമസമാധാന ചുമതലയില്ലേ ഉദ്യോഗസ്ഥരെ നിയമിക്കുമല്ലേ, SHOമാരായിട്ടും സ്റ്റേറ്റ് സബ് ഡിവിഷൻ ഓഫീസേഴ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വിജിലൻസിന് ഒരു ഇന്റലിജൻസ് വിഭാഗമുണ്ട്. അപ്പോൾ അവർക്കും അറിയാതിരിക്കാം എത്രത്തോളം ഉദ്യോഗസ്ഥരുടെ ഒരു ട്രാക്ക് റെക്കോർഡൊക്കെ. അപ്പോൾ വിജിലൻസിന്റെ ഒരു ക്ലിയറൻസോട് കൂടിയായിരിക്കും ഈ ലോക്കൽ. ഞാൻ കഴിഞ്ഞ തവണ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് പ്രധാനപ്പെട്ട തസ്തികകളിൽ ആളുകളെ വെക്കുമ്പോൾ വിജിലൻസിന്റെ ഒരു ക്ലിയറൻസ് വാങ്ങിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഞാനങ്ങനെ ചെയ്തിരുന്നു. ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും. പിന്നെ ആലപ്പുഴയിൽ നടന്ന മറ്റേ ഇതില്ലേ രക്ഷാപ്രവർത്തനത്തിന്റെ SITയുടെ റിപ്പോർട്ട് DGPക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് DGP എന്നോട് പറഞ്ഞു. അപ്പം അത് ഇന്നലെ രാത്രി ലഭിച്ചു എന്ന് എന്നോട് ഇൻഫോം അറിയിക്കുകയുണ്ടായി. അത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് DGP ആണ് ചെയ്യുക. കാരണം ഇത് കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു SIT രൂപീകരിക്കാനാണ് പോലീസ് മുന്നോട്ട് വന്നത്. 2 വർഷമായിട്ട് SIT രൂപീകരിച്ചില്ല. ക്യാബിനറ്റ് അന്നേരം പറഞ്ഞു SIT രൂപീകരിക്കണം. അങ്ങനെ SIT രൂപീകരിച്ചു. ആ SIT അന്വേഷിച്ച ശേഷം റിപ്പോർട്ട് ഇന്നലെ DGPക്ക് കൊടുത്തു. ആ റിപ്പോർട്ട് DGP പഠിച്ച ശേഷം തീരുമാനമെടുക്കും. അത് ഞാൻ റിപ്പോർട്ട് വാങ്ങിച്ചിട്ടുണ്ട്, റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് പരിശോധിക്കണം എന്താണെന്നുള്ളത്. അനാവശ്യമായി അങ്ങനെ സുമേഷ് എന്നാണ് അല്ലേ, സുജിത്തിൻ്റെ മർദ്ദിച്ചു എന്നുള്ളതാണ് കേസ്. എന്നാൽ ഇപ്പം അത് അന്വേഷിക്കാൻ നേരത്തെ തീരുമാനിച്ചതാണ്. എന്താ അതിൻ്റെ സ്റ്റാറ്റസ് റിപ്പോർട്ട് നോക്കിയിട്ട് എന്താ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.